അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിലൊരു ഇൻ്റർവ്യൂ കേൾക്കാനിടയുണ്ടായി. ആ ഇൻ്റർവ്യൂ കേൾക്കാൻ എനിക്ക് ചിലവ് വന്നത് ഏകദേശം 600 രൂപയാണ് ചിലവ് വന്നത്. മറ്റാരുടേതല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈനിലൂടെ ട്രേഡിംഗ് ചെയ്യുന്ന ഷാരിഖ് ഷംസുദ്ദീനായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അത് ഒരു ബാർബർ ഷോപ്പിൽ ഹെയർ ഡ്രസ്സിങ്ങിന് പോയ സമയത്ത് കേൾക്കാൻ ആരംഭിച്ചതാണ്. അപ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ 1.35 ഇട്ടിട്ടും ഞങ്ങളെ മുടിയും താടിയും റെഡിയാക്കിയിട്ടും തീരുന്നില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഫുള്ള് കേട്ട് ഇരുന്ന് പോയി തുടങ്ങിയും കഴിഞ്ഞു. അപ്പം പിന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അവിടുത്തെ ബാർബറിനോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അവൻ ആ സമയത്ത് ഫേഷ്യൽ ചെയ്തെന്നു, പിന്നെ തലക്ക് നവരത്ന ഓയിൽ മസാജ് ഇട്ട് തന്നു. അങ്ങനെ എല്ലാം കൂടി ലാസ്റ്റ് വന്നപ്പോൾ 600 റുപ്യ ബില്ല് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 600 റുപ്യൻ്റെ ചിലവ് എനിക്ക് വന്നതിനെ കുറിച്ചല്ല. എന്തുകൊണ്ടാണ് ആ 600 രൂപ ഞാനവിടെ ചെലവഴിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നിലവിൽ റീസെൻ്റ്ലി ഞാൻ കേട്ട ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് വി ഡി സതീശൻ ഷാരിഖ് ഷംസുദ്ദീനുമായി നടത്തിയത്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ ഇൻ്റർവ്യൂ. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ. കൃത്യമായി ആദ്യത്തെ അതിൻ്റെ ഒരു പാർട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ്, ബാല്യകാലം എങ്ങനെ, അദ്ദേഹത്തിൻ്റെ യൗവനം എങ്ങനെ, അദ്ദേഹത്തിൻ്റെ കൗമാരം എങ്ങനെ, അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടം എങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഫാമിലി സിസ്റ്റം എങ്ങനെയായിരുന്നു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം പറയുന്നു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വായനയുടെ അതിവിശാലമായ ലോകത്തെക്കുറിച്ചും അയാൾ സംസാരിക്കുന്നുണ്ട്, വി ഡി സതീശൻ. പിന്നീട് അദ്ദേഹം പങ്കുവെച്ചത് ഗവർണൻസിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ ഭരണക്രമത്തെക്കുറിച്ചും കേരളം എങ്ങനെ ആകണമെന്നൊക്കെയുള്ള കൃത്യമായ ഒരു വിലയിരുത്തലുകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അത് ആ ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, കേരളം എങ്ങനെ ആകണം, കേരളത്തിൻ്റെ ഭരണപരിഷ്കാരം എങ്ങനെയാകണം, കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ, ബ്യൂറോക്രാറ്റ്സിനെ എങ്ങനെ ചലിപ്പിക്കണം, അതേപോലെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ ഒട്ടനധികം കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക്, ജനാധിപത്യ സിസ്റ്റത്തിൽ അടിയറച്ച് ജീവിക്കുന്ന ഒരു പൗരൻ നിലക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഏറെ ആകർഷിപ്പിക്കുന്നതും അത് പഠിച്ചിരിക്കേണ്ടതുമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസിലോ പൊളിറ്റിക്കൽ സയൻസിലോ പഠിച്ച സംഗതി എന്നല്ല മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ലഭിക്കുക എന്ന നിലക്കാണ് ആ ഇൻ്റർവ്യൂ കണ്ടത്. സോ ഈ ഇൻ്റർവ്യൂ, വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് ഒരു മാറുന്ന കേരളത്തെക്കുറിച്ചുള്ള ഒരു വളർന്നു വരുന്ന ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു നേതാവിൻ്റെ വിലയിരുത്തലുകളായി കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾക്ക്, പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളും പ്രഭാഷണങ്ങളുമാണ് വേണ്ടത്. പ്രഭാഷണങ്ങളെക്കാൾ ഒരുപക്ഷെ ഒന്നുകൂടെ മുൻതൂക്കം കൊടുക്കപ്പെടുന്നത് അത് നമുക്ക് കൂടുതൽ കാഴ്ചപ്പാടുകൾ, രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ കാഴ്ചപ്പാടുകൾ നൽകും. പ്രത്യേകിച്ച് അദ്ദേഹം പങ്കുവെച്ച പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് UDF ഗവൺമെൻറ് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് വന്നാൽ ഭരണക്രമത്തിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം. അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ നല്ലൊരു ആശയമായി എനിക്ക് തോന്നിയത് കേരളത്തിൻ്റെ വലിയൊരു തീരദേശ സമ്പത്തിനെ കുറിച്ചാണ്. 600ഓളം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന തീരദേശ സമ്പത്തിനെ എങ്ങനെ നമ്മുടെ റോട്ടിൽ നിന്നുള്ള ഒരു നല്ലൊരു ആശയം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് വി ഡി സതീശൻ്റെത്. ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ഇനി LDF മുന്നണിയിൽ നിന്ന് വരണം, ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വരണം. അതുപോലെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ തുറന്നു പറച്ചിലുകൾ വെറുമൊരു വായ്ത്താളമായി വരുന്നതിലുപരി അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാം, അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടി കാണിക്കാൻ ഈ ഇൻ്റർവ്യൂകളിലൂടെ കാണിക്കാൻ കഴിയണം. അപ്പോഴാണ്
ജനങ്ങൾക്ക് ആ പാർട്ടിയെക്കുറിച്ചും ആ മുന്നണിയെക്കുറിച്ചും കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവുക. ഒപ്പം ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ അവയർനെസ്, രാഷ്ട്രീയ ബോധം കൊടുക്കാൻ ഈ ഇന്റർവ്യൂകൾ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യതിരക്തമായി വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ വി ഡി സതീശൻ അവരുടെ ഇന്റർവ്യൂവിലൂടെ സാധിച്ചു എന്നുള്ള സത്യം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. സോ ഇനിയും UDF-ന്റെ ഈ കഴിഞ്ഞ ഇന്നലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഇലക്ഷൻ വിജയം വി ഡി സതീശനെ പോലെയുള്ള നേതൃത്വത്തിന്റെ ആ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും എന്താണെന്നുള്ളത് തുറന്നു കാട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും സമയത്ത് മറ്റുള്ള മുന്നണികളിൽ നിന്നും മറ്റുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പങ്കുവെക്കലുകൾ, രാഷ്ട്രീയ അവബോധ ഇന്റർവ്യൂവുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് വി ഡി സതീശൻ അറിയുകയാണെങ്കിൽ ആ 600 രൂപ മുതലായിട്ടുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം മനസ്സിലാക്കിക്കോട്ടെ. അസ്സലാമു അലൈക്കും.